ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ എന്നും ഈ കാണിക്കുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ, അല്ലാണ്ട് പുതിയതായിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പം രാവിലെ തന്നെ ഞാൻ ചോറും നമ്മുടെ കറികളും എല്ലാം സെറ്റാണ് കേട്ടോ. ഇതൊന്നും എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പയറുതോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പയറുതോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ അപ്പം ഉണ്ടാക്കി. പിന്നെ അത് ഇന്നലത്തെ ചക്കക്കുരുക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിന് സ്കൂളിൽ വിടണം കേട്ടോ. അവളെന്തിയേ അവളെ കണ്ടില്ലല്ലോ. കുഞ്ഞാപ്പി 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 ഗൈസ്, ഇവിടെ ഇന്നലെ എൻ്റെ മകൾ കാണിച്ചൊരു പരിപാടിയുണ്ട്. ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇച്ചിരി പപ്പടം വറുത്തേ. ഇന്നലെ എൻ്റെ മകൾ കാണിച്ചൊരു പരിപാടി ഞാൻ കാണിച്ചു തരാവേ. പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ പ്ലേറ്റ്. ഇവർക്ക് അവിടെ സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് ചോറ് കൊടുക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പാത്രം കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കറിയും സ്നാക്സൊക്കെ കൊടുത്തു വിടും കേട്ടോ. എന്തെങ്കിലും പപ്പടമോ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുവേ. ഈ പെണ്ണാണെങ്കിലുണ്ടല്ലോ, താങ്ക് യു. ഈ പെണ്ണാണെങ്കിലുണ്ടല്ലോ ഇന്നലെ പോയി വാട്ടർ ബോട്ടിൽ അവളുടെ വാട്ടർ ബോട്ടിലാണ് കൂടി. വാട്ടർ ബോട്ടിലും അവളുടെ അവൾ വന്നപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞ കേട്ടോ. അവൾ വാട്ടർ ബോട്ടിലാണ് പറയുന്നത്. അയ്യോ, അവളുടെ വാട്ടർ ബോട്ടിലും മറ്റേ ഇതുകൂട്ടും എന്നതാ ഭക്ഷണം കഴിക്കുന്ന പാത്രവും ഇതെല്ലാം അവിടെ വെച്ചിട്ട് പോന്നേക്കുക ഗൈസ്. ഞാൻ അപ്പോൾ ഇന്ന് വേറൊരു പാത്രത്തിനകത്ത് നിന്ന് പപ്പടം വറുത്ത് കൊടുത്ത് വിടാമെന്ന് ഓർത്തു. അല്ലേ പിന്നെ അവളവിടെ ചെല്ലുമ്പോഴത്തേനും കറി തപ്പൂലേ. കാരണം അവളുടെ കറിപ്പാത്രം അവിടെ ആയതുകൊണ്ട് കറി ഇല്ലല്ലോ. അപ്പോൾ അവളുടെ LKGയിലെ കുപ്പിയാണ് ഇത്. അപ്പോൾ ബാർബിയുടെ കുപ്പിയാട്ടെ ഈ പ്രാവശ്യം മേടിച്ചത്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് വെള്ളവും, എടി ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇതിനകത്ത് വെള്ളം ഇത് രണ്ടും കൊണ്ടുവരുന്ന സ്കൂളിൽ ഇരിക്കുന്ന എടുത്തോണ്ട് പറഞ്ഞ കേട്ടോ. എല്ലാം ആമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്, ആർക്കറിയാം. ഗൈസ്, ഇവിടെ ഇന്നലെ എൻ്റെ മകൾ കാണിച്ചൊരു പരിപാടിയുണ്ട്. ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇച്ചിരി പപ്പടം വറുത്തേ. ഇന്നലെ എൻ്റെ മകൾ കാണിച്ചൊരു പരിപാടി ഞാൻ കാണിച്ചു തരാവേ. പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ പ്ലേറ്റ്. ഇവർക്ക് അവിടെ സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് ചോറ് കൊടുക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പാത്രം കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കറിയും സ്നാക്സൊക്കെ കൊടുത്തു വിടും കേട്ടോ. എന്തെങ്കിലും പപ്പടമോ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുവേ. ഈ പെണ്ണാണെങ്കിലുണ്ടല്ലോ, താങ്ക് യു. ഈ പെണ്ണാണെങ്കിലുണ്ടല്ലോ ഇന്നലെ പോയി വാട്ടർ ബോട്ടിൽ അവളുടെ വാട്ടർ ബോട്ടിലാണ് കൂടി. വാട്ടർ ബോട്ടിലും അവളുടെ അവൾ വന്നപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞ കേട്ടോ. അവൾ വാട്ടർ ബോട്ടിലാണ് പറയുന്നത്. അയ്യോ, അവളുടെ വാട്ടർ ബോട്ടിലും മറ്റേ ഇതുകൂട്ടും എന്നതാ ഭക്ഷണം കഴിക്കുന്ന പാത്രവും ഇതെല്ലാം അവിടെ വെച്ചിട്ട് പോന്നേക്കുക ഗൈസ്. ഞാൻ അപ്പോൾ ഇന്ന് വേറൊരു പാത്രത്തിനകത്ത് നിന്ന് പപ്പടം വറുത്ത് കൊടുത്ത് വിടാമെന്ന് ഓർത്തു. അല്ലേ പിന്നെ അവളവിടെ ചെല്ലുമ്പോഴത്തേനും കറി തപ്പൂലേ. കാരണം അവളുടെ കറിപ്പാത്രം അവിടെ ആയതുകൊണ്ട് കറി ഇല്ലല്ലോ. അപ്പോൾ അവളുടെ LKGയിലെ കുപ്പിയാണ് ഇത്. അപ്പോൾ ബാർബിയുടെ കുപ്പിയാട്ടെ ഈ പ്രാവശ്യം മേടിച്ചത്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് വെള്ളവും, എടി ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇതിനകത്ത് വെള്ളം ഇത് രണ്ടും കൊണ്ടുവരുന്ന സ്കൂളിൽ ഇരിക്കുന്ന എടുത്തോണ്ട് പറഞ്ഞ കേട്ടോ. എല്ലാം ആമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്, ആർക്കറിയാം. അപ്പോൾ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾക്ക് ഹൈദി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് ഹൈദി വെച്ച് കൊടുത്തു കേട്ടോ. ഹൈദി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഹൈദി കാണാൻ. പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കിക്കോട്ട് അപ്പം തിന്നതാണ് കേട്ടോ. അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു പാത്രമാണ്. അതിനകത്ത് ഇട്ട് വെച്ചിട്ട് തന്നെ ഏതാണ്ട് കാണിക്കുന്നുണ്ട് അപ്പം വെച്ചിട്ട്. എന്നായാലും ആ അപ്പം തിന്ന് കേട്ടോ ആള്. പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെയും തിന്നോളൂ കേട്ടോ. പൊതുവേ ആഹാരം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവൾക്ക് അപ്പമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ പാത്രം കഴുകാൻ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രൈപോഡ് എടുക്കാൻ മടിയായി തുടങ്ങി ഗൈസ്. എനിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ ചുമയ്ക്കുന്നുണ്ട്.
ചുമ വന്നിട്ടൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കബ് ഇങ്ങനെ തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന പോലെയാണ്. ഒരു ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ കുറച്ച് പാടാട്ടോ. ഇതൊക്കെ രാവിലെ ഞാൻ ഉണ്ടാക്കിയ പാത്രം അപ്പം തന്നെ കഴുകി വെക്കണം എന്ന് ഓർത്തിട്ട് ഞാനെന്നാൽ പിന്നെ കഴുകാമെന്ന് ഓർത്തിട്ട പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതേ പാത്രമൊക്കെ ഓരോന്നൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടമാനം ചുമയ്ക്കുന്നുണ്ട് കേട്ടോ. ചുമ വന്നു കഴിഞ്ഞാൽ ഒരു സൈസ് തൊണ്ടയിലിരുന്ന് ഇങ്ങനെ കുത്തുന്ന പോലത്തെ കൊണ്ട് ചുമയാണേ. ഇതുവരെ മരുന്നൊന്നും മേടിച്ചില്ല. മരുന്ന് മേടിക്കാൻ തന്നെ പോകാൻ മടിയായതുകൊണ്ട് ഞാനിങ്ങനെ പോകാണ്ടിരിക്കുകയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ കൂടെ വരാനില്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് മടിയാണേ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വേണം, കുഞ്ഞാണേലും മതി. പക്ഷേ ഇപ്പോൾ അവളും ഇല്ലല്ലോ. അവളെയും കൊണ്ട് പോകാനാണെങ്കിൽ ഇപ്പോൾ പനിയുടെ സീസണല്ലേ, ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അവളെ കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ വിളിക്കാതെ അവളെയും കൊണ്ട് പോകാൻ നിൽക്കാത്തത്. പിന്നെ എനിക്ക് തന്നെ പോകാനാണെങ്കിലും മനസ്സിനൊരു എന്തോ പോലെ തന്നെ പോകാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ട് ഇങ്ങനെ പോകാണ്ട് വീട്ടിലിരിക്കുകയാണ്. മരുന്നൊന്നും കഴിച്ചില്ല. പനിച്ചപ്പോൾ പാരസിറ്റമോൾ കഴിച്ചല്ലാണ്ട് പിന്നെ വേറെ മരുന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമെല്ലാം കഴുകി വെച്ചത് അവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചും കൂടി ഇട്ടു കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ടു. പിന്നെ അവൾ പോകാറായപ്പോഴത്തേന് നല്ല മഴയായിരുന്നു കേട്ടോ. അവളെ കുളിപ്പിച്ചൊരുക്കിയൊക്കെ നിർത്തി. പിന്നെ കൊച്ചു പോയപ്പോൾ തൊട്ട് ഞാൻ നമ്മുടെ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമെന്നറിയാൻ വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്നതാണേ. ഗായ്സ് ഓക്കെ തുണിയെല്ലാം അലക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഴ തൂടാനായിട്ട് നിൽക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീമെയിൽ ലൈഫ് എടുക്കുന്ന കാര്യം മറന്നു പോയിട്ടു ഗൈസ്. അതാണ് സംഭവിച്ചത്. ഇന്നിപ്പം ഇന്നത്തെ ഫുള്ളൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഓർത്തു. അധികം ഞാൻ രാവിലെ എടുത്തിട്ടില്ല. അപ്പം എല്ലാ വീഡിയോയും കൂടി ചേർത്ത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ബജറ്റൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഞാൻ പെൻഷൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണക്റ്റീവ് വർക്കിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 9 മണി തൊട്ട് ടി വിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ്. പക്ഷെ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെന്താ, ചെറുതായിട്ട് വെയിൽ തെളിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കാൻ എടുക്കാനും തോന്നുന്നില്ല. തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു വേദനയൊക്കെ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ചോറുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മുടെ കറി എന്നാന്ന് ചോദിച്ചാൽ ചക്കക്കുരു മെഴുക്ക് വരട്ടിയുണ്ട്, പയറ് തോരനുണ്ട്, പപ്പടമുണ്ട്, പുളിശ്ശേരിയുണ്ട്, മുട്ട പൊരിച്ചുണ്ട്. ഇതൊക്കെ കൂട്ടി ചോറുണ്ണാൻ വേണ്ടി പോവുകയാണേ ഗൈസ്. അപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെയാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൈകുന്നേരം പണികൾ എന്നതെന്നൊക്കെ വെച്ചാൽ നമ്മൾ ഇച്ചിരി അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പത്തിന് അരയ്ക്കണമെങ്കിൽ നമ്മൾ തേങ്ങ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഇച്ചിരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിന് നമ്മൾ അരച്ച് വെക്കുന്ന അരപ്പ് ശരിയായാലേ നമ്മൾ അപ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അപ്പം ഒന്നും പൊങ്ങി നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പത്തിന് വേണ്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഗായ്സ്, നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്.